10 മണിക്കുള്ള സിനിമയാണ്, ഒരു 9:45 ഇനി എടപ്പള്ളി എത്തണം, കാക്കനാട് എടപ്പള്ളി എത്തണം. അതിന് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴേക്കും സിനിമ തുടങ്ങി കഴിയാറായിട്ടോ. എല്ലാ ദിവസവും നമ്മുടെ പരിപാടി ഇത് തന്നെയാ. പോവാം. ഇത് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. ഈ സിനിമയ്ക്ക് പോകുമ്പോൾ ലേറ്റ് ആവണേ. എന്തായാലും സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ എത്താറുള്ളൂ. അങ്ങനെ നേരത്തെ എങ്ങാനും എത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് ആ തിയേറ്ററിലാവില്ല ഞങ്ങൾക്കുള്ള സിനിമ, അല്ലെങ്കിൽ ആ ദിവസമായിരിക്കില്ല ഞങ്ങളുടെ സിനിമ. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വെള്ളം കുപ്പിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. അതും കാക്കനാട് നിന്ന് എടപ്പള്ളി എത്തണം. നല്ല ബ്ലോക്കായിരിക്കും ഈ സമയത്തൊക്കെ. അങ്ങനെ ബ്ലോക്കൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടപ്പള്ളി എത്തി. കുഴപ്പമുണ്ടായില്ല, അത്യാവശ്യം സ്മൂത്തായിട്ടൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എടപ്പള്ളിയുടെ ആ ഒരു നൈറ്റ് വ്യൂ ഒക്കെ കണ്ടപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ എടുത്താണേ. അപ്പം നമ്മൾ ഇതുവരെ ഏത് സിനിമയ്ക്കാണ് പോണേന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ നരിവേട്ട കാണാനാണ് പോണത്. അതും രാത്രി 8 മണിക്കാണ് നമ്മൾ തീരുമാനിച്ചത് നമുക്ക് സിനിമയ്ക്ക് പോവാം, നരിവേട്ടയ്ക്ക് കാണാൻ പോവാമെന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചത്. അപ്പോഴെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി, 8 മണിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് സ്റ്റാർട്ടിങ്. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഇത് ഞങ്ങൾ 9:45 ഇറങ്ങി. പക്ഷേ കറക്റ്റ് സമയമായപ്പോഴേക്കും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ പേരൊക്കെ എഴുതി കാണിക്കില്ലേ, ആ ഒരു സംഭവം എത്തിയപ്പോഴേക്കും ഞങ്ങൾ തിയേറ്ററിൽ എത്താനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. പക്ഷേ ബ്ലോക്കൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട്, സ്മൂത്തായിട്ട് പോകാൻ പറ്റിയതുകൊണ്ട് ഞങ്ങൾ ആ ഒരു കറക്റ്റ് സമയത്തിന് അവിടെ എത്തി കേട്ടോ. അതും പോയത് നമ്മുടെ എടപ്പള്ളി വിനീത തിയേറ്ററിലാണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് അധികം സിനിമയും അവിടെ തന്നെ കാണാറുള്ളൂ. പിന്നെയും അധികം ഇങ്ങനെ പിറവത്തും അതുപോലെ അങ്കമാലിയൊക്കെ ഇങ്ങനെ ഒരു ഓളം വെട്ടിന് ഞങ്ങൾ സിനിമയ്ക്ക് പോകാറുണ്ട്. അത് നൈറ്റ് 10 മണിക്ക്, അതിൽ 11 മണിക്കുള്ള സിനിമയ്ക്ക് അരമണിക്കൂർ മുന്നേക്ക് ആയിരിക്കും ഞങ്ങൾ റൂമിൽ നിന്ന് തന്നെ ഇറങ്ങുക കേട്ടോ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മളിത് വിനീതയിലെത്തി. പാർക്കിംഗ് ഒക്കെ എവിടെയാണെന്ന് ആ ചേട്ടനോടൊക്കെ ചോദിച്ചു. ചേട്ടൻ ഞങ്ങൾക്ക് പാർക്കിംഗ് ഒക്കെ പറഞ്ഞു തന്നു. ഞങ്ങളിത് കറക്റ്റ് ഒരു 9:57 9:58 ആ സമയത്തിനായപ്പോഴേക്കും ഞങ്ങൾ പാർക്കിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണേ. പിന്നെ തിയേറ്ററിലെത്തി കഴിഞ്ഞാൽ എനിക്ക് വാഷ്റൂം പോവൽ നിർബന്ധമുള്ള കാര്യമാണ്. അവിടെയൊക്കെ പോയി ഞങ്ങൾ സീറ്റൊക്കെ കണ്ടുപിടിച്ചത് സിനിമ സ്റ്റാർട്ട് ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതിലെ പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. തിയേറ്ററിൽ കേൾക്കാനും കൊള്ളായിരുന്നു. പിന്നെ നമ്മുടെ കേരളത്തിൽ ആക്സിഡൻറ്റ് ഉണ്ടായല്ലോ എന്നൊക്കെ ഓർത്തപ്പം ഭയങ്കര സങ്കടമായി. അങ്ങനെ ലാസ്റ്റ് വരെ കണ്ടു. അതിനിടയ്ക്ക് ഒരുപാട് അങ്ങനെ അത് ഇൻ്റർവെൽ ആകുന്ന സമയത്ത് സാധാരണ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാറുണ്ട്. ഈ പോപ്കോണോ അല്ലെങ്കിൽ ചായയൊക്കെ കുടിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ വയറ് നിറച്ച് വെജ് ബിരിയാണി കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിലൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റ് സിനിമയൊക്കെ കണ്ടു. ഭയങ്കര സങ്കടമായി. എന്തൊരു റിയൽ സ്റ്റോറിയാണെന്നൊക്കെ അറിഞ്ഞു. ഞാൻ അപ്പോഴാണ് ഇങ്ങോട്ട് സംഭവം നടന്നിട്ടുള്ള കാര്യം അറിയുന്നത്. ഭയങ്കരമായിട്ട് എനിക്കത് ഭയങ്കര സങ്കടമായി. സിനിമ അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്ന് വെച്ചാൽ ഇത് റിയൽ സ്റ്റോറിയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അതിലേറെ സങ്കടമായി. ആ കുഞ്ഞുങ്ങളെ മുഖമൊക്കെ ഓർത്തപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വന്നു. അടിപൊളി സിനിമ ആയിരുന്നേ. അയ്യോ, ചില സമയത്തൊക്കെ കരഞ്ഞു പോയി. ലാസ്റ്റ് ടൈമിലെത്തിയപ്പോൾ നല്ല പോലെ കരഞ്ഞു. അതുപോലെ ടൊവിനൊക്കെ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു. സെറ്റായിരുന്നു. എന്താ പറയുക, ഭയങ്കര കരയിപ്പിക്കുന്നൊരു സീൻ അങ്ങനെ വരെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വരുന്ന വഴിക്ക് ഞങ്ങൾ സിനിമയെ കുറിച്ച് തന്നെ കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലുപരി ആ റിയൽ ഇൻസിഡൻറ്റിനെ പറ്റി എനിക്ക് ടെക്നിക്കലി സിനിമയെ കുറിച്ച് പറയാനൊന്നും അറിയില്ലെങ്കിലും സിനിമ കണ്ടുകൊണ്ടിരിക്കാനും, പക്ഷേ ആ ഒരു റിയൽ ഇൻസിഡൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഈ സിനിമ ഒന്ന് കാണും. അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുൾ വയനാടിൻ്റെ ചർച്ചയിൽ തന്നെയായിരുന്നു കേട്ടോ. ഈ സംഭവത്തെക്കുറിച്ചൊക്കെ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ലാസ്റ്റ് ഒരു 12:45 ഞങ്ങളിത് റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങളെ അമ്മ പറയുന്ന കാര്യം പറഞ്ഞത്. ശരിക്കും നമ്മൾ കുറുക്കന്മാരും കള്ളന്മാരെ പോലെ തന്നെയാണല്ലേ. കാരണം എല്ലാ ദിവസവും ഞങ്ങൾ പുറത്തിറങ്ങുന്നത് ഈ ഒരു സമയത്താണ്. പിന്നെ പകൽ ഓഫീസിൽ പോകുന്നതുകൊണ്ട് എന്തായാലും നമുക്ക് ഈ സമയമുള്ളൂ, ഫ്രീ ആണ് സമയം. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് 12:54 ഇപ്പോൾ റൂമിലെത്തിയുള്ളൂ. ഉറങ്ങാൻ പോകും. ഗുഡ് നൈറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.